സഹൃദയരായ കലാസ്നേഹികളെ, ലിവിങ്സ്റ്റൺ സർഗവേദി നാടക ട്രൂപ്പിന്റെ 19ാമത്തെ നാടകത്തിന് ശേഷം 20ാമത്തെ നാടകം ആരംഭിക്കുകയാണ്. ഇതാ നാട്ടിലെ ഒരു ബാർബർ ഷോപ്പിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ സ്വാഗതം. എടോ, ഇത് വെള്ളത്തുണിയായിരുന്നു. ഈ ഷേവ് ചെയ്തൊക്കെ ഒപ്പി അവസാനിച്ച ഒപ്പുണിയായി പോയതല്ലേ? ഒരു വണ്ടി ഇടിച്ചു മറിഞ്ഞ് കിടക്കുന്ന കണ്ട ബാല. എന്റെ ഗോപാലൻ ചേട്ടാ, പത്രം തല തിരിച്ച് പിടിക്കും. അത് പുതിയൊരു വണ്ടിയുടെ പരസ്യം വന്നേക്കുന്നതാ. കഴിഞ്ഞ പ്രാവശ്യം പത്രം വായിച്ചായിരുന്നു. മദ്യപിച്ച് കഴിഞ്ഞാലേ എന്തെല്ലാം രോഗങ്ങളാ ഉണ്ടാകുമെന്ന് അറിയാമോ? എന്തൊക്കെ രോഗം ഉണ്ടാവും? ക്യാൻസർ ഉണ്ടാവും, കുഴിക്കടി ഉണ്ടാവും. മദ്യപിച്ച തീർത്തയോ? അതുകൊണ്ട് ഞാൻ നിർത്തി. മദ്യപാനം നിർത്തിയാ? മദ്യപാനമല്ല, പിന്നെ പേപ്പർ വായന നിർത്തി. ബാല, ഇവിടെ ഒരു പയ്യനുണ്ടായിരുന്നല്ലേ ബാല, അത് അവനെ പറഞ്ഞു വിട്ടില്ലേ? പറഞ്ഞിട്ടോ? എന്റെ കുമാരൻ ചേട്ടാ, ഞാൻ അവനോട് പറഞ്ഞു അവന് ഷേവിംഗ് ഒന്നും അറിയില്ല. അവൻ ഷേവ് ചെയ്ത് തുടങ്ങിയപ്പോ അവന്റെ ഓരോരുത്തരും മുഖത്ത് മുറിയാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു മുറിവിന് 30 രൂപ വെച്ച് ഞാനിങ്ങനെ പിടിക്കുന്നു. ഒരു മുറിവ് 30 വെച്ച് പിടിക്കുന്ന മുറിവുണ്ടാക്കില്ലല്ലോ. ഇവനൊരു സെന്റ് ചെയ്ത് സുമതിയുടെ ഭർത്താവ് ഗോപാലം പട്ടാളത്തിൽ നിന്ന് വന്ന് ഒരു സെന്റ് കടയിൽ വന്നു. കടയിൽ വന്നിരുന്നപ്പോ ഇവൻ ഷേവ് ചെയ്തപ്പോ ഇവിടെ ഒരു മുറിവ്, ഇവിടെ ഒരു മുറിവ്, 2 മുറിവ്. ഞാൻ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു മുറിവിന് 30 രൂപ വെച്ച് ഈടാക്കുന്നതാണല്ലോ. ഇവൻ എന്ത് ചെയ്ത് ഈ 2 മുറിവും കൂടി ബ്ലേഡ് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒന്നാക്കി. അതുപോലെ പോലല്ലോ അന്ന് പറഞ്ഞിട്ടതാ. ഇല്ലല്ലോ, ഒരു 2-2.5 മണിക്കൂറെങ്കിലും എടുക്കും. ഞങ്ങൾ 3-4 പേരുണ്ട്. മണിക്കൂർ ഇപ്പൊ തന്നെ 1 മണിക്കൂർ കഴിഞ്ഞു, തുടങ്ങിയിട്ടില്ല. 2 മണിക്കൂർ 2 മണിക്കൂറുണ്ട്. ഓക്കെ ഓക്കെ. ആരോ ഇങ്ങോട്ട് പോയിക്കേ ബാല. എന്താ കേസായിട്ട് അറിഞ്ഞോ? ഏത് കേസ്? നമ്മുടെ നാരായണന്റെ മോള് ഒളിച്ചോടി അറിഞ്ഞോ? ഏത് നാരായണന്റെ? നമ്മുടെ വടക്കേ പറമ്പിലെ നാരായണന്റെ മോള് ഒളിച്ചോടിയ. വടക്കേ പറമ്പിലെ നാരായണന്റെ മോള് ഒളിച്ചോടിയോ? നാട് മൊത്തം പാട്ടല്ലേ ഇപ്പം. ആരോട് ഒളിച്ചോടി പോയി? മുറച്ചെറുക്കനോട് ഒളിച്ചോടിത്താ പറയുന്നത്. അത് വലിയ കുഴപ്പമൊന്നുമില്ല. മുറച്ചിറക്ക് ഒന്നല്ലെങ്കിൽ വൈഫിന്റെ ബന്ധത്തിലുള്ളതായിരിക്കും മുറച്ചിറക്ക്. മുറച്ചിറക്കന്റെ കൂടെ ഒളിച്ചോടി പോകുന്നതിന് എനിക്കൊരു തെറ്റ് തോന്നുന്നില്ല. ബാലൻ എന്നെ കട്ടവനെ എന്താ മുറച്ചെറുക്കൻ പറഞ്ഞ പെങ്ങളുടെ മോന്റെ കൂടെ കൂടിയ കാര്യമല്ല പറഞ്ഞത്. പിന്നെ അവിടെ മുറം വെക്കാമെന്ന് ഒത്തിന്റെ കൂടെ ഒളിച്ചോടിയത്. എങ്ങനെ ഒളിച്ചോടാതിരിക്കും? അവിടെ അമ്മ സുമതി അമ്മണി അവളെന്തിനു ഒളിച്ചോടിച്ചോളാം. സുമതി അമ്മണി ഒളിച്ചോടിയുണ്ട്. അവളെ ഒളിച്ചോടിയിട്ട് ഇപ്പൊ കെട്ടിയമ്മ വൈകുണ്ടല്ലോ, വയ്യല്ല ശലം പ്രായമായി. പട്ടിയെ പോലെ നടക്കാം, പട്ടി തെരുവ് പട്ടി നടക്കുന്നത്. സുമതിനെ കിട്ടിയ ആൾ പട്ടിയെ പോലെ അറിയില്ലേ? ഞാൻ തന്നെയാ. വളരെ എന്റെ പൊന്നു സുഹൃത്തുക്കൾ, ഇവിടെ ഇത്രയും പേരിരിക്കുന്നു. ഞാൻ അതിന്റെ ഇടയ്ക്ക് അത് വിട്ടു തന്നെ ശരിയാവും. എനിക്ക് കല്യാണത്തിന് പോകാൻ വേണ്ടിയാണ്, വളരെ അർജന്റാണ്. ഇവിടെ ആളിരിക്കേണ്ട എനിക്ക് തിരക്കാണ്. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ. പറ്റത്തില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വാ. ഒരു കാര്യം ചെയ്യും, ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ വൈകിട്ടൊന്ന് മേടിച്ചോളാം. എന്റെ പൊന്നിയേട്ടാ, ഇനി ഒരു 1.5 മണിക്കൂർ എടുക്കും. 1.5 മണിക്കൂറെങ്കിലും എടുക്കും. എന്നാലും ഒരു സമയമുണ്ട്. ചേട്ടൻ പോയിട്ട് വാ. 1.5 മണിക്കൂർ തന്നെ പോയിട്ട് വാ. വേറെ കടയുന്നില്ലടോ. 3-4 പ്രാവശ്യം ഇപ്പൊ നേരം ഇൻഡെക്സ് ഇടിയാന്നിങ്ങനെ പറയുന്നത് കേട്ടു. അതെന്നാ സാധനം? കുറച്ച് കാലമായിട്ട് ആലോചിക്കാം. ഇൻഡെക്സ് ഇടിക്കും. ഇൻഡെക്സ് ഒക്കെ ഇടിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ പിടിച്ചേക്കാൻ പറ്റും. തലയിൽ വീണാ പോയി, കാലിൽ വീണ് കാലി ചതഞ്ഞു. ആണോ? പിന്നെ സാധനമാണോ ഇത്? സാധനമാണോ? പിന്നെ നമസ്കാരം ചേട്ടാ, ഞാൻ യൂണിവേഴ്സൽ കമ്പനി യൂണിവേഴ്സൽ കമ്പനി പുതിയൊരു പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ പ്രോഡക്റ്റ് പേരാണ് ഡസ്റ്റ് ക്ലീനർ, അഥവാ മലയാളത്തിൽ പറഞ്ഞാൽ ചെളി കളയുന്ന സാധനം. നമ്മുടെ വീട്ടിൽ ഈ ഭക്ഷണത്തിന്റെ കറകൾ, ചായക്കറകൾ, കാപ്പിക്കറകൾ, ബീഡിക്കറകൾ, ഇങ്ങനെയുള്ള എന്ത് കറകളാണെങ്കിലും ശരി, നമ്മുടെ ദേഹത്തോ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ തറകളിൽ എവിടെയെങ്കിലും വീട് കഴിഞ്ഞാൽ ഈ ഒരു സാധനം നമ്മൾ പ്രൊഡക്റ്റ് കുത്തി യൂസ് ചെയ്താൽ മതി. അപ്പൊ തന്നെ ഈ സാധനം അതേപടി വലിച്ചെടുക്കും. അതായത് ഈ മെഷീൻ കരണ്ടി കുത്തിയിട്ട് പ്ലഗ് ഓൺ ചെയ്തിട്ട് നേരെ മെഷീനുകൾ അപ്ലൈ ചെയ്യുക. ഈ കറകൾ കംപ്ലീറ്റ് മെഷീൻ വലിച്ച് ചെളിയും കറകളും എല്ലാം വലിച്ചെടുക്കും. ആണല്ലേ? ഇത് ചെളിവെള്ളം. ഞാൻ ഈ തലയിൽ എന്ത് പരിപാടിയാ കാണിച്ചത്? ഡെമോൺസ്ട്രേഷൻ. രാവിലെ തുടച്ച് ഡെമോൺസ്ട്രേഷൻ കാണിച്ചത്.
സാധനം ഉപയോഗിച്ച് ഇത് പ്ലഗ് കുത്തി പ്ലഗ് ഓൺ ചെയ്ത് ഈ മെഷീൻ അപ്ലൈ ചെയ്ത് ഇവിടുന്ന് മാറ്റി കാണിച്ചു. അന്നാ ശരി. അപ്പൊ ഇത് അഥവാ ഇത് കളർ പോയില്ലെങ്കിലും എന്റെ നാക്കുണ്ട ഇതുകൊണ്ട് ഈ തറയിൽ നിങ്ങളുടെ ദേഹവും മുഴുവൻ നാക്കി മൊത്തം ഞാൻ കളഞ്ഞു. മൊത്തം കളഞ്ഞു. അന്നൊരു പണി മൊത്തം നക്കലൊക്കെ തുടങ്ങിക്കും. തുടങ്ങണ ഒരാഴ്ചയായിട്ട് ഇവിടെ കണ്ടില്ല. വേഗം നക്കട ചെടിയൊക്കെ പോയിട്ട് അവൻ നക്കി തുടങ്ങി. 15 വർഷമായ പെരിയ അതെ കൊണ്ട് ചെളി ഒഴിച്ച കണ്ടോ? അത് 15 വർഷമല്ല, അവനെ കൊണ്ട് കള ഏട്ടാ ഇങ്ങനെ നിന്നില്ലേ. എന്റെ പൊന്നി ചേട്ടാ, ഇനി ഒരു 3-4 പേര് ഞാൻ ഇതൊന്നും വെട്ടിക്കോട്ടെ. പുള്ളിയുടെ കല്യാണമാണ്. ചേട്ടൻ കുറച്ച് ഒരു 3/4 മണിക്കൂറായി പോവാം. 3/4 മണിക്കൂറായി പോവാം. ഹലോ, നമ്മുടെ അഭയാപ്രദേശില്ലേ, അതിലെ പ്രതികളെ മൊത്തം പിടിച്ചു. എന്നാ അനാലിസിസ് ചെയ്തെന്ന് പറയുന്നത്. ഏത് അത് ചെയ്യണമല്ലോ. ഈ നർക്കോ അനാലിസിസ് എന്ന് വെച്ചാൽ എന്താ സംഭവം? എന്താണ് നർക്കോ അനാലിസിസ്? അതറിയാൻ പാടില്ലേ? പേരെന്താ? ബാബു. നർക്കോ അനാലിസിസ് നമുക്ക് അറിയാൻ പാടില്ലേ? നർക്കോ കഴിഞ്ഞിട്ടാണല്ലോ അനാലിസിസ്. അപ്പൊ അനാലിസിസിന്റെ മുമ്പിലായിട്ട് വരും നർക്കോ. ഇത് നമ്മളെ ഇത് ശരിക്കും പറഞ്ഞ രാഷ്ട്രീയക്കാരുടെ കളിയാ. ഇത് രണ്ടും മാറ്റി മറിച്ചുള്ള രാഷ്ട്രീയക്കാരുടെ കളിയാ. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയായി. ഒബാമ ഒരു സംശയം, ഈ ഒബാമയും ഒസാമയും തമ്മിൽ എന്താ? എന്റെ കുമാരട്ട, ഈ ഒസാമയുടെ വെല്ലുമ്മയുടെ ജമീല താത്തയില്ലേ, ഒസാമയുടെ വെല്ലുമ്മ, നമ്മുടെ തൃശ്ശൂര് കെട്ടിച്ചേക്കുന്ന ജമീല താത്തയുടെ ഇളയ വൈഫിന്റെ മോനാണിത്. ഒസാമ അയ്യന്തോളം സ്കൂളിലല്ലേ ഒബാമ പഠിച്ചത്. അവിടുന്ന് കള്ളവണ്ടി കയറി മദ്രാസിൽ പോയി. മദ്രാസിൽ പോയിട്ട് 8ാം ക്ലാസ് 9ാം ക്ലാസ് മദ്രാസിലാണ് പഠിച്ചത്. അവിടെ നിന്ന് നേരെ ആഫ്രിക്കൻ കാടുകളിൽ ചെന്നുവിട്ട് അവിടുന്ന് സിംഹം ഓടിച്ചു. നേരെ അമേരിക്ക. ഇപ്പൊ പ്രസിഡന്റായി. എന്ത് കഷ്ടപ്പെട്ടാലും ഒബാമ പ്രസിഡന്റായി. ഇതിപ്പോ കഴിയ സാധനം. എന്റെ പൊന്നു സുഹൃത്തെ, ഒരു 1.5 മണിക്കൂർ എടുത്താൽ കഴിയും. 1.5 മണിക്കൂർ അത് കഴിയില്ല. 1.5 മണിക്കൂർ മുമ്പ് കഴിയില്ല. 1.5 മണിക്കൂർ അല്ലാതെ കഴിയില്ല. അല്ല. അപ്പൊ 1.5 മണിക്കൂർ എടുക്കും. അതിനൊരു 1.5 മണിക്കൂർ കഴിഞ്ഞ് പോവാം. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. വാ. ഓക്കെ. കണ്ണ് കാണാൻ പറ്റില്ല. ഞങ്ങളൊക്കെ ഈ എന്നെടുക്കുക. ഈ മനുഷ്യൻ 1 മാസമായി ഇതിനെ കറങ്ങി നടക്കണത്. എന്റെ കടയിൽ എന്നും രാവിലെ വരും. ഒരു 9 മണിയാകുമ്പോൾ വന്നിട്ട് ചോദിക്കും, ചേട്ടാ എങ്ങനെയുണ്ട്, തിരക്കാണോ? അപ്പൊ ഞാൻ പറയും നമ്മുടെ തിരക്കാണല്ലോ, ഒരു 2 മണിക്കൂർ എടുക്കും, പിന്നെ വരാന്ന് പറഞ്ഞ ഒറ്റ പോക്കാൻ നോക്കും. ഉച്ചയാകുമ്പോ വീണ്ടും വരും. ഉച്ചക്ക് വരും. ഉച്ചക്ക് പോയിട്ട് ചേട്ടാ എത്ര സമയം എടുക്കും? അപ്പൊ ഞാൻ പറയും 2-2.5 മണിക്കൂർ എടുക്കും. അന്ന് ഞാൻ തിരിച്ചു വരാം. വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോ വരും. ഇപ്പൊ 3 മണിക്ക് വന്ന് പോയല്ലോ, ഇനി 6 മണിക്ക് വരും. എന്നിട്ട് ചോദിക്കും, ചേട്ടാ തിരക്കാണോ? അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് തിരക്കാണല്ലോ. 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും പോകും. 1 മാസമായി ഈ കടയിൽ കയറി നടക്കണം. ഇതുവരെ എന്റെ അടുത്ത് മുടിയും പറ്റിയിട്ടില്ല, താടിയും പറ്റിയിട്ടില്ല. വന്ന് ചോദിച്ചിട്ട് പോകും. അത് തന്നെ പരിപാടി. ബാലേട്ട ഇനി വല്ല തീവ്രവാദികളോ ആണോ? എനിക്ക് സംശയമുണ്ട് തീവ്രവാദിയാണോന്ന്. അതെ ബാബേ, കളിയനായി. ആ മന്ത്രി എടുത്ത് വെട്ടിക്കഴിഞ്ഞപ്പോ കളി തീരുമല്ലോ. മന്ത്രി അല്ലെ മാറ്റം നോക്കിയേ. ആന അങ്ങോട്ട് കയറ്റി വിടുക. കണ്ടോ, ആന ഇരിക്കുന്നത് കണ്ടോ? ആന എന്നാ കളി വന്നു കളിച്ചിട്ട് പോവാൻ ആ കാലാളല്ലേ, കാലാളിനെടുത്ത് ഇപ്പറേറ്റ് വെട്ട്. നിങ്ങൾ എന്താ ഈ ആലോചിക്കണത്? എന്ത് സാധനം എന്നാണ് ഞങ്ങൾ ഇത്ര നേരം? എന്ത് സാധനമാണ്? ഇതാണ് ചെസ്. ഇതാണ് ചെസ്. ഞങ്ങൾക്ക് ആ പാടത്തെ പെണ്ണ് കിട്ടില്ല. വെറുതെ സമയം കളിച്ചാ ഭയങ്കര കളിയിലാണ്. ഇതിപ്പോഴാണ് കഴിയുന്ന സംഭവം. ഒരു സെക്കൻഡ്. കറക്റ്റ് എപ്പ കഴിയുമെന്ന് പറയും. എപ്പ കഴിയുന്നൊന്ന് പറയും. ഇന്ന് നിന്റെ മുടി ഒന്ന് വെട്ടിന്റെ കാര്യമുള്ളൂ. ഇവൻ എവിടെന്നാ വന്നതെന്ന്, എങ്ങോട്ടാ പോണെന്ന് ഇന്ന് കണ്ടുപിടിക്കും. ഓക്കെ, നോക്കിട്ടാ. കുറെ ദിവസമായി, 1 മാസമായി കിട്ടിയവന് ഇന്ന് പണി നമുക്ക് പണി കൊടുത്തേ. 1 മാസമായി കയറി നടക്കണ. ഇപ്പൊ വരെ ഞാൻ പോയിട്ട് പറ്റെന്ന് പറഞ്ഞ് പോണത്. ഈ പണി ബാല, എന്നെ മുടി ഒന്ന് ഡൈ ചെയ്യണം. എന്റെ കുമാരേട്ടാ, നിങ്ങൾ ഡൈ ആവാൻ പോണം. നിങ്ങൾ ഇനി എന്നാ ഡൈ ചെയ്യാനാ? എനിക്കറിയാം. ഇവനെ വിട്ട് അവൻ എവിടെന്നാ വന്നതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇവന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതെ, അവൻ എവിടെന്നാ വന്നത്? എവിടെന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ പക്ഷെ പോണത് ചേട്ടന്റെ വീട്ടിലേക്ക്.